നമസ്തേ. ഒരു ക്രൗഡിനെ അല്ലെങ്കിൽ ഒരു ജനക്കൂട്ടത്തിനെ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എല്ലാവരും പോകുന്ന വഴികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വഴികളിലൂടെ പോകാനാണ് താല്പര്യം. എല്ലാവരും ചിന്തിക്കുന്നതിൽ നിന്ന് അതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചിന്തകൾ പോകുന്നത്. ഒരു ജനക്കൂട്ടത്തിനെ പിന്തുടരാൻ കഴിയാത്തത് ഒരു കുറ്റമോ കുറവോ അല്ല. അത് യഥാർത്ഥത്തിൽ ജനക്കൂട്ടം എപ്പോഴും ശരിയായിരിക്കണം എന്നുള്ള യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ അത് യഥാർത്ഥത്തിൽ ഈ ജനക്കൂട്ടത്തിനെ പിന്തുടരാത്തത് അല്ലെങ്കിൽ സ്വന്തം വഴിയിലൂടെ സഞ്ചരിക്കുന്നത് ഒരു എക്സ്ട്രാ പവറാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. നിങ്ങളെ പ്രപഞ്ചം ഒരു ലീഡർ അല്ലെങ്കിൽ നയിക്കുന്ന വ്യക്തിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ ഒരു മേജർ ലീഡർഷിപ്പ് റോള് വഹിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? പക്ഷേ ഇവിടെ ഞാൻ സംസാരിക്കുന്ന ലീഡർ എന്ന് പറയുന്നത് നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടിയിൽ കാണുന്ന ലീഡർമാരെ പോലെയല്ല, അല്ലെങ്കിൽ നമ്മൾ മറ്റു പല ജീവികളിലും കാണുന്ന ലീഡർമാരെ പോലെയല്ല. പ്രധാനമായിട്ടും മറ്റുള്ളവരെ അടിച്ചമർത്തി കയറി വരുന്നതായിട്ടുള്ള, മത്സരിച്ച് ജയിച്ചു വരുന്നതായിട്ടുള്ള ലീഡർമാരെ കുറിച്ചല്ല. ജന്മനാ ജയിച്ച വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വളരെ സൈലന്റ് ആണ്. യഥാർത്ഥത്തിലുള്ള ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ആ ലീഡറുടെ പ്രവർത്തികൾ മറ്റുള്ളവർക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇൻസ്പിരേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷനായിട്ട് മാറുന്ന അവസ്ഥയാണ്. അപ്പൊ നമ്മൾ മനഃശാസ്ത്രത്തിൽ കാണുന്നതും അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ കാണുന്നതും അല്ലെങ്കിൽ സ്പോർട്സിൽ കാണുന്നതും അല്ലെങ്കിൽ മറ്റു മേഖലകൾ ലൈക്ക് കോർപ്പറേറ്റുകളിൽ കാണുന്നതും അത്തരത്തിലുള്ള ലീഡർഷിപ്പിനൊക്കെ അപ്പുറത്തേക്ക് വളരെ സൈലന്റ് ആയിട്ട് ആ കോൺട്രിബ്യൂഷൻ, ആ ആക്ഷൻ തന്നെ ഒരു റോളായിട്ട് കാണിക്കുന്ന സമയത്ത് അയാളെയാണ് നമുക്ക് സ്പിരിച്വാലിറ്റിയുടെ പെർസ്പെക്റ്റീവിൽ ഒരു ലീഡർ എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കണമെങ്കിൽ നിങ്ങൾ റോൾ മോഡലായിട്ട് അതുപോലെ ജീവിച്ച് കാണിക്കുക. ആ ജീവിത രീതിയാണ് നമ്മളിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കേണ്ടത് എന്നുള്ളത്. അല്ലാതെ ഏതെങ്കിലും കവലകളിൽ പോയി പ്രസംഗിച്ച് നിങ്ങളിലേക്ക് ആളുകളെ അടുപ്പിക്കുന്നതായിട്ടുള്ള അവസ്ഥയല്ല. സോ നമ്മൾ ഇൻസ്പിരേഷനായിട്ട് മാറുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പല ടൈപ്പ് ഓഫ് ലീഡർഷിപ്പുകൾക്ക് അപ്പുറത്തേക്ക് ഒരു സ്പിരിച്വൽ ലീഡർ എന്ന് പറയുന്ന സമയത്ത് അത് മറ്റുള്ളവർക്ക് മോട്ടിവേഷനും ഇൻസ്പിരേഷനും ജീവിക്കാനുള്ള പ്രചോദനമായിട്ട് മാറുകയാണ്. നല്ലൊരു എക്സാമ്പിളായിട്ട് മാറുകയാണ്. നല്ലൊരു റോൾ മോഡലായിട്ട് മാറുകയാണ്. ഇങ്ങനെ ജന്മന അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അന്തർലീനമായിട്ട് നിങ്ങൾ പോലും ഒരു പക്ഷേ തിരിച്ചറിയാത്ത രീതിയിൽ ഒരു ലീഡർ ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ചില അടയാളങ്ങളാണ് ഈ വീഡിയോയിൽ വളരെ ലളിതമായിട്ട് ചുരുക്കി പറയാനായിട്ട് ശ്രമിക്കുന്നത്. ചെറുപ്പകാലം തൊട്ടേ ഫിറ്റ് ഇൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ബാല്യകാലം തൊട്ടേ ഈ ഒരു കാര്യം ഫേസ് ചെയ്ത് വരികയാണ്. പലപ്പോഴും ക്രൗഡ് മെന്റാലിറ്റി അലോസരപ്പെടുത്തുകയാണ്. എന്നാൽ സ്വന്തം ചിന്തകൾ അതിശക്തവുമായിരിക്കും. അത് ഏതെങ്കിലും ലിമിറ്റേഷനോ ഏതെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളോ ഒന്നുമല്ല. യുക്തിപരമായിട്ട് മറ്റുള്ളവർ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് കൂടുതൽ ശുദ്ധമായിട്ടുള്ള ചിന്തകൾ ഈ വ്യക്തികൾക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരെ നോർമൽ പാത്ത്, സാധാരണ രീതിയിലുള്ള വഴികൾ ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുകയില്ല. കാരണം എപ്പോഴും നമ്മൾ ജനക്കൂട്ടത്തിന്റെ ഒപ്പമിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് റൂമിലോ ഓഫീസിലോ ഒരു ഗ്രൂപ്പിന്റെ കൂടെ ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ചിന്ത അല്ലെങ്കിൽ ഈ ഓരോ വ്യക്തികളുടെയും ചിന്തയെ മറ്റുള്ളവരുടെ സാന്നിധ്യം, മറ്റുള്ളവരുടെ ചിന്തകൾ പല രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ചിന്തയിൽ ഒരു നോയ്സ് കടന്നുകൂടുന്ന അവസ്ഥ ഉണ്ടാകുന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ജനക്കൂട്ടത്തിന്റെ കൂടെ പോകുന്നതിനപ്പുറത്തേക്ക് അവർക്ക് സ്വന്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ചിന്തകളും വഴികളും ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ സൈൻ അല്ലെങ്കിൽ അടയാളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വ്യക്തികളെ ജീവിതം പലതവണ ഒറ്റപ്പെടുത്താനുള്ള സാധ്യത വളരെയധികമാണ്. കാരണം ഇത് പ്രപഞ്ചം നൽകുന്ന ഒരു ട്രെയിനിങ് ഫേസ് ആണ്. ലീഡർഷിപ്പ് ട്രെയിനിങ് ഹാപ്പൻസ് ഇൻ സോളിറ്റ്യൂഡ് എന്നാണ് ഞാൻ പറയുന്നത്. സാധാരണഗതിയിലുള്ള ചിന്തകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ലീഡർ ആകുന്നത് അല്ലെങ്കിൽ എല്ലാവരുടെ ജീവിതത്തിലും ആദ്യമായിട്ട് അവരെപ്പോഴാണ് ലീഡറായിട്ട് വരുന്നത്? പ്രധാനമായിട്ടും ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. ഒരു ക്ലാസ് ലീഡർ, അതിനുശേഷം ഒരു സ്കൂൾ ലീഡർ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ മത്സരിച്ച് കുട്ടികളോടൊപ്പമായിരുന്നു കൊണ്ട്, ഇനി പൊളിറ്റീഷ്യൻസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലും അവരുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ ലീഡർ ഉയർന്നു വരുന്നത്. ബട്ട് ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് അത്തരത്തിലുള്ള ലോജിക്കുകളുടെ ഒക്കെ അപ്പുറത്തേക്കാണ് ഇവിടെ യഥാർത്ഥത്തിൽ പ്രപഞ്ചം ലീഡറെ മോൾഡ് ചെയ്തെടുക്കുന്നത് സോളിറ്റ്യൂഡ് അല്ലെങ്കിൽ ഏകാന്തതയിലാണ്. ഒറ്റയ്ക്ക് ക്ഷണിച്ചിട്ടാണ് ഒരു ലീഡറിനെ പ്രപഞ്ചം നിർമ്മിച്ചെടുക്കുന്നത് എന്നുള്ളതാണ്.
അല്ലെങ്കിൽ ഇത്തരത്തിൽ ലീഡർഷിപ്പ് കോള് ഇൻബോൺ ആയിട്ടുള്ള വ്യക്തികൾ ജീവിതത്തിൽ ഒറ്റപ്പെടുന്നതായിട്ടുള്ള ഘട്ടം തീർച്ചയായിട്ടും വരുമെന്നുള്ളതാണ്. അതുവരെയുള്ള അവരുടെ ജീവിതമായിരിക്കാം ചിലപ്പോൾ കാരണം, അല്ലെങ്കിൽ അവരുടെ ചുറ്റിനുള്ള ആളുകളുടെ ലിമിറ്റേഷൻ ആയിരിക്കാം കാരണം, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള തെറ്റിദ്ധാരണകളായിരിക്കാം കാരണം. അതിന് ഒരുപാട് കാരണങ്ങളുണ്ടാകും. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ഒറ്റയ്ക്ക് വരുന്നു എന്നുള്ള ആ ഒരു ഫേസ്. അപ്പോൾ നമ്മുടെ അതുവരെയുള്ള ജീവിതത്തിനെ വളരെ കൃത്യമായിട്ട് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടും വിശകലനം ചെയ്യാനായിട്ടും സാധിക്കുന്നു. എവിടെയൊക്കെയാണ് പോരായ്മകൾ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഞാൻ ശരിയായിരുന്നത് കൊണ്ട് എനിക്ക് ഒറ്റപ്പെടേണ്ടി വന്നത്, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് വേർതിരിച്ചറിയാനും പിന്നീട് മുന്നോട്ട് പോകുന്ന അവസ്ഥയിലേക്ക് ആ ലീഡർഷിപ്പിന് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആയിട്ട് വർക്ക് ചെയ്യാനും ഒക്കെ ഈ കാര്യങ്ങൾ സഹായിക്കുകയാണ് ഈ ഒറ്റപ്പെടലിന്റെ ഫേസിൽ. അപ്പൊ ഇത് പ്രപഞ്ചം നൽകുന്ന ഒരു ട്രെയിനിങ് ആണ് എന്നുള്ളതാണ് ഈ ഐസൊലേഷൻ എന്ന് പറയുന്നത്. ക്രൗഡിൽ നിന്ന് ഇന്റൻഷണൽ ആയിട്ട് പ്രപഞ്ചം നിങ്ങളെ വേർതിരിച്ചെടുക്കുകയാണ്. കാരണം ചിന്തകളുടെ ക്ലാരിറ്റി ഏറ്റവും വളരെ മനോഹരമായിട്ടുണ്ടാകുന്നത് സോളിറ്റ്യൂഡിലാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാകുന്നത് ഏകാന്തമായിട്ടുള്ള ഈ അവസ്ഥകളിൽ തന്നെയാണ്. അടുത്തതായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അനീതിയോട് നിങ്ങൾക്ക് മൗനം പാലിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾ സത്യത്തിനു വേണ്ടി നിലകൊള്ളും എന്നുള്ളതാണ്. അത് നിങ്ങൾ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കാം, മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കില്ല, എതിർപക്ഷത്തായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക. ബട്ട് നിങ്ങളുടെ അന്തർജ്ഞാനം പറയുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഗൈഡൻസിനനുസരിച്ച് സത്യം നിങ്ങൾക്ക് വെളിവാകുകയും നിങ്ങൾ ആ സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നു. ഒറ്റയ്ക്കാണെങ്കിലും ഈ വിധത്തിലൊക്കെയാണ് ലീഡർമാർ യഥാർത്ഥത്തിൽ ജന്മം കൊള്ളുന്നത്. അടുത്തതായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് നാച്ചുറൽ എബിലിറ്റി ഉണ്ടാകും എന്നുള്ളതാണ്. സംസാരിക്കാതെ തന്നെ മറ്റുള്ളവരുടെ മേൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. ഇവരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നോട്ടീസ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഇത്തരത്തിലുള്ള വ്യക്തികൾ ചിലപ്പോൾ സമൂഹത്തിൽ മേജറായിട്ടുള്ള യാതൊരുവിധ റോളുകളും അലങ്കരിക്കുന്നുണ്ടാവില്ല. സമൂഹത്തിൽ പ്രത്യേകിച്ചുള്ള സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള വ്യക്തികളുടെ സാന്നിധ്യം, അവർ പറയുന്ന വാക്ക്, അതൊക്കെ വളരെ കൃത്യമായിട്ടും അതിൻ്റെതായിട്ടുള്ള വാല്യൂയോട് കൂടി തന്നെ ആളുകൾ വിലക്കെടുക്കും എന്നുള്ളതാണ്. കാരണം ഈ വ്യക്തികളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള അലൈൻമെന്റ് തന്നെയാണ്. അപ്പോൾ നാച്ചുറലി ഇവർ ലീഡർ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഓറയുടെയും അല്ലെങ്കിൽ ഇവരുടെ എക്സിസ്റ്റൻസിന്റെ ഒക്കെ അല്ലെങ്കിൽ ഇവരുടെ ഫ്രീക്വൻസിയുടെ ഒക്കെ പ്രത്യേകതകൾ കൊണ്ട് മറ്റുള്ളവരുടെ ഉപബോധ മനസ്സിനും ആത്മാക്കൾക്കും അറിയാമെന്നുള്ളതാണ് ദിസ് പേഴ്സൺ, ഇയാൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു വിലയുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള വില കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ജനങ്ങൾ കേൾക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്നില്ല, ഒരുപാട് കരിസ്മാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നില്ല, മാഗ്നറ്റിസം അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങളുടെ വചനം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യത്തോടുകൂടി നിങ്ങളുടെ ഫെലോ ബീയിങ്സ് എടുക്കുകയാണ്. അത് പ്രപഞ്ചം നിങ്ങളെ ഒരു ലീഡറായിട്ട് തെരഞ്ഞെടുത്തത് കൊണ്ട് തന്നെയാണ്. പലപ്പോഴും ക്രൗഡിനെ ഫോളോ ചെയ്യുന്നത് നിങ്ങളെ അകത്തു നിന്ന് സഫോക്കേറ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഉള്ളിൽ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ അല്ലെങ്കിൽ ഞാൻ ഇതിനോട് ചേർന്ന് പോകേണ്ടതായിട്ടുള്ള വ്യക്തിയല്ല എന്നുള്ള ചിന്ത എപ്പോഴും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുകയും കുറച്ചു കാലമൊക്കെ നിങ്ങൾ അതിനോടൊത്തൊഴുകിപ്പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ക്രൗഡിന്റെ ഒഴുക്കിൽ നിന്ന് മാറി നിങ്ങളുടേതായിട്ടുള്ള വഴിയിലൂടെ സഞ്ചരിക്കുമെന്നുള്ളതാണ്. കാരണം കോപ്പി ചെയ്തിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ശരിയാവുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം പാത്ത് അല്ലെങ്കിൽ വഴി ക്രിയേറ്റ് ചെയ്യണം. ഡെസ്റ്റിനി എന്ന് പറയുന്നത് മാസ് പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സംഗതിയല്ല. നിങ്ങളുടെ വിധി എന്ന് പറയുന്നത് നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങൾ മാത്രമാണ് അതിൻ്റെ ശില്പി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ലൈഫിൽ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. ഇത്തരത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിഷൻ, അവരുടെ ദൗത്യവുമായിട്ട് ഇറങ്ങുന്ന സമയത്ത് വിത്തൗട്ട് എനി റീസൺ ഒപ്പോസിഷൻ ഒരുപാടുണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. അവരുടെ ജീവിതത്തിൽ വലിയ ബ്രേക്ക് ത്രൂകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഡിലേ അല്ലെങ്കിൽ പോസ് ഫേസുകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അനിശ്ചിതത്വത്തിന്റെ അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ടതുപോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണ്. കാരണം ലീഡേഴ്സ് ആർ ടെസ്റ്റഡ് മോർ എന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം ഇവർ നയിക്കേണ്ടവരാണ്. അതുകൊണ്ട് ഇവർ കൂടുതൽ പരീക്ഷിക്കപ്പെടുകയാണ് അതിനെ തരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ. കാരണം ഏത് മേഖലയിലും വിജയത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഫിറ്റസ്റ്റ് ആണ് ഈ റിസ്ക് എടുത്ത് വിജയിക്കുന്നത് എന്നുള്ളതാണ്. വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വലിയ റെസിസ്റ്റൻസ്
സാധാരണമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് വിഷൻ ഉണ്ട്, പക്ഷെ അത് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കുന്നില്ല. അത് അടുത്തതായിട്ട് ഉള്ള ഒരു അടയാളമാണ്. കാരണം നിങ്ങൾ വളരെ വിഷണറിയാണ്. നിങ്ങൾക്ക് ഫ്യൂച്ചർ സെൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് ഫ്യൂച്ചറിൽ നിന്ന് വേണ്ടതായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പല ദർശനങ്ങളും വിഭാവനം ചെയ്യുന്നത്. സാധാരണ ആത്മാക്കൾക്ക് ചിലപ്പോൾ ഇത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നതായിട്ടുള്ള വിഷൻ അവർക്ക് കാണാൻ പറ്റാത്തതായിട്ടുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. പല സയന്റിസ്റ്റുകളെയും പല തത്വചിന്തകരെയും ഒക്കെ നമ്മൾ ചരിത്രം പരിശോധിച്ചാലും അല്ലെങ്കിൽ ആനുകാലികമായിട്ട് നോക്കുകയാണെങ്കിലും ഒക്കെ ജനങ്ങൾ ഒറ്റപ്പെടുത്തിയത് കാണാനായിട്ട് സാധിക്കും, ഗ്രൂപ്പുകൾ ഒറ്റപ്പെടുത്തിയത് കാണാനായിട്ട് സാധിക്കും, മതങ്ങൾ ഒറ്റപ്പെടുത്തിയത് കാണാനായിട്ട് സാധിക്കും, ഭരണകൂടങ്ങൾ ഒറ്റപ്പെടുത്തിയത് കാണാനായിട്ട് സാധിക്കും. പക്ഷെ പിന്നീട് അവരായിരുന്നു ശരിയെന്നുള്ളത് കാലം ശരിവെക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരെ ഭ്രാന്തന്മാരെന്ന് വിളിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ അവരുടെ ലോങ് ടൈം തിങ്കിങ്ങിന്റെ ഒപ്പം സാധാരണ വ്യക്തികൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിഷ്യലി മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യാനായിട്ട്, തെറ്റിദ്ധരിക്കാനായിട്ടുള്ള സാധ്യത വളരെ അധികമാണ്. ഏതെങ്കിലും ഒരു അതോറിറ്റി നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും അസ്വസ്ഥനാകും അല്ലെങ്കിൽ അസ്വസ്ഥയാകും. കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു അതോറിറ്റിക്ക് കീഴിൽ പണിയെടുക്കാനായിട്ട് വന്ന ഒരു വ്യക്തിയല്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു വഴിയുണ്ടാക്കാനായിട്ടും നിങ്ങളുടേതായിട്ടുള്ള ഒരു ക്രിയേഷൻ, നിങ്ങളുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് നിങ്ങളുടെ ആത്മാവ് ദാഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നില്ലെങ്കിൽ മറ്റുള്ളവർ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് നിങ്ങളെ വാടകയ്ക്കെടുക്കുമെന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെയല്ല സത്യം എന്നുള്ളത് നിങ്ങളുടെ ആത്മാവിന് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്താണ് ചെയ്യേണ്ടത്, എപ്പോൾ ചെയ്യണം, എവിടെ ചെയ്യണം, ഇതൊക്കെ ആത്മാവിനറിയാം. പക്ഷെ നമ്മൾ ഈ സമൂഹത്തിൻ്റെതായിട്ടുള്ള നോയ്സ്, അതിൻ്റെ കെയോട്ടിക് ആയിട്ടുള്ള അവസ്ഥകൾ, ആ മെസ്സിൽ പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മളപ്പം ഉള്ളിലേക്ക് നോക്കി മെഡിറ്റേഷൻ ചെയ്തും ഇൻട്രോസ്പെക്ട് ചെയ്തും ചിന്തിച്ചുകൊണ്ടും എന്താണ് യഥാർത്ഥത്തിലുള്ള എൻ്റെ ആത്മാവിൻ്റെ ഹിതം എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ കാലം അത് നമുക്ക് മനസ്സിലാക്കി തരും എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും എഫേർട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ബ്ലൈൻഡ് ആയിട്ടുള്ള ഒബീഡിയൻസ്, അന്ധമായിട്ടുള്ള ആരാധന, വിശ്വാസം, അനുസരണം, അത് ഇത്തരത്തിലുള്ള സ്പിരിച്വൽ ലീഡേഴ്സിന് ഒട്ടും തന്നെ സാധിക്കാത്ത ഒരു കാര്യമാണ്. കാരണം അവർക്ക് അങ്ങനെ അന്ധമായിട്ട് ആരെയും വിശ്വസിക്കാനും ആരാധിക്കാനും അനുസരിക്കാനും താല്പര്യമില്ല. കാരണം അതിനു വേണ്ടിയിട്ടല്ല അവർ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായിട്ടുള്ള ഇൻഡിപെൻഡന്റ് തിങ്കിങ് ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള തിങ്കിങ് ഏറ്റവും പവർഫുൾ ആകുന്നത് എപ്പോഴാണ്? ആ വ്യക്തിക്ക് അയാളുടെ സോൾ ലെവലിലേക്കും അയാളുടെ സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് ലെവലിലേക്കും ആക്സസ് ഉണ്ടാകുന്ന സമയത്താണ്. ആൻഡ് ദിസ് പേഴ്സൺ ഈസ് കണക്റ്റഡ് ടു കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് ടു. അതായത് പ്രപഞ്ചത്തിൻ്റെതായിട്ടുള്ള തൻ്റെ ഫ്രീക്വൻസി എന്താണെന്ന് ഈ വ്യക്തിക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് ഈ രീതിയിലുള്ള അവസ്ഥകളിൽ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ലീഡർഷിപ്പ് ഉണ്ട്. യുവർ ഇന്നർ ലീഡർഷിപ്പ് റെഫ്യൂസിങ് സബ്മിഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഉള്ളിലെ ആ ലീഡർഷിപ്പ് തന്നെ പുറത്തു നിന്നുള്ള അതിനോട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥ, അടിമ വെക്കലുകളെ റെഫ്യൂസ് ചെയ്യുകയാണ്. അപ്പൊ ഇത് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ സ്പിരിച്വൽ ലീഡർഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഏത് മേഖലയിലും ഉള്ള വ്യക്തിയായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഒരു സയന്റിസ്റ്റ് ആയിരിക്കാം, ഒരു ഡോക്ടർ ആയിരിക്കാം, ഒരു ടീച്ചർ ആയിരിക്കാം, ഒരു മനഃശാസ്ത്രജ്ഞനായിരിക്കാം, ഒരു എഴുത്തുകാരനായിരിക്കാം, ഒരു സാംസ്കാരിക നായകനായിരിക്കാം, ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇന്നത്തെ ലോകത്തിന്റെ ഈ കപടതകളിൽ കൂടെ അല്പമെങ്കിലും നന്മ നിങ്ങളുടെ ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, എത്തിക്സ്, മൊറാലിറ്റീസ്, വാല്യൂസ്, മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നാച്ചുറൽ സ്പിരിച്വൽ ലീഡറിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. നിങ്ങൾ ആ കോളുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇത് ന്യൂ ഏജ് സ്പിരിച്വൽ എവല്യൂഷന്റെ വ്യൂ പോയിന്റിൽ നോക്കുന്ന സമയത്തും നമ്മൾ ഗ്ലോബലി ഉള്ള പെർസ്പെക്റ്റീവുകൾ ഈ മേഖലയിലുള്ളത് വെച്ച് നോക്കുന്ന സമയത്തും അവിടെ ലൈറ്റ് വർക്കേഴ്സ് അല്ലെങ്കിൽ സ്റ്റാർ സീഡ്സ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഞാൻ ന്യൂ ഏജ്
സ്പിരിച്വാലിറ്റിയിൽ മാത്രം ലിമിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. നമ്മുടെ ചിന്തകൾ ഈ പറയുന്ന സ്റ്റാർ സീഡ് കൺസെപ്റ്റുകൾക്കോ അല്ലെങ്കിൽ ലൈറ്റ് വർക്കർ അല്ലെങ്കിൽ ഇൻഡിഗോ ചിൽഡ്രൻ ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളിൽ ലിമിറ്റഡ് ആയിട്ട് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം അതൊക്കെ പല സമയത്തും സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടാക്കുകയും പല ആളുകളും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആ ലിമിറ്റേഷനിൽ കുടുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. വി ആർ ബിയോണ്ട് റിലീജിയൻ ആൻഡ് വി ആർ ബിയോണ്ട് ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി. നമ്മൾ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഈ ആധുനിക ലോകത്തിൽ ആത്മീയതയുടെ വഴിയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന അപൂർവം വ്യക്തികളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആ ബാനറിൽ ഈ കാര്യങ്ങൾ പറയാതെ ഇരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ആളുകൾ നിങ്ങളെ ഒന്നുകിൽ ഭയങ്കരമായിട്ട് ബഹുമാനിക്കും, അല്ലെങ്കിൽ നിങ്ങളെ റിജക്റ്റ് ചെയ്യും. മീൻസ് നിങ്ങളുമായിട്ട് പ്രത്യേകിച്ച് യാതൊരു കണക്ഷനും കീപ്പ് ചെയ്യില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഞാൻ ഇത്രയും നന്നായിട്ട് എൻ്റെ കർമ്മം ചെയ്തിട്ടും അതിൽ നിന്ന് ബെനഫിറ്റ് കിട്ടിയതായിട്ടുള്ള വ്യക്തികൾ എന്നോടൊരു കണക്ഷൻ പോലും വെക്കുന്നില്ലല്ലോ എന്നുള്ളത്. അത് മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് ഒരു ഭയഭക്തി ബഹുമാനമാണ് നിങ്ങളെ പ്രതി അവരുടെ ഉള്ളിൽ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ. കാരണം അവർക്ക് സംശയമാണ്, ആ വ്യക്തിയെ വളരെ ഉയരത്തിലാണ് കാണുന്നത്, വളരെ പ്രഭയിലാണ് കാണുന്നത്. ആ വ്യക്തിയെ എങ്ങനെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഭയം. അതുപോലെ തന്നെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്ത ആളുകളാകട്ടെ വളരെയധികം നിങ്ങളെ ഇംപ്രൈസ് ചെയ്യും എന്നുള്ളതാണ്. കാരണം വൺസ് ചില വ്യക്തികളെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. വൺസ് നമ്മൾ അടുത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ നല്ല വ്യക്തികളായിരിക്കും. പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് മിസ്റ്റീരിയസ് ആൻഡ് ഒന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. നിറയെ മേഘങ്ങളാണ്. നിങ്ങളെ മേഘങ്ങൾക്കിടയിൽ തലയുള്ള ഒരു വ്യക്തിയായിട്ട് അവർ കാണുകയാണ്. കാരണം ദർ ഈസ് നോ മിഡിൽ ഗ്രൗണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മധ്യത്തിലുള്ള അവസ്ഥയല്ല, ഒരു പോളറൈസ്ഡ് ആയിട്ടുള്ള അവസ്ഥയാണ്. കാരണം സ്ട്രോങ് ആയിട്ടുള്ള എനർജീസ് എപ്പോഴും ഏതെങ്കിലും ഒരു ധ്രുവത്തിലേക്ക് പോളറൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് നിങ്ങളെ സംബന്ധിച്ചല്ല, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ബാലൻസ്ഡ് ആണ്. മറ്റുള്ളവരുടെ പെർസെപ്ഷനാണ് ഞാൻ ഇവിടെ പറയുന്നത്. കാരണം ആളുകൾ എപ്പോഴും ഏതെങ്കിലും ഒരു പോളറൈസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് മറ്റു കാര്യങ്ങളെ നോക്കിക്കാണാനായിട്ട് താല്പര്യപ്പെടുന്നത്. അത് നമുക്ക് ബോധമണ്ഡല വികാസം ഉണ്ടായി കഴിയുന്ന സമയത്ത് മാത്രമേ ഈ പോളറൈസ്ഡ് പെർസെപ്ഷനിൽ നിന്ന് മാറി നമുക്ക് ഈ പൊളാരിറ്റി എന്ന് പറയുന്നത് ഒരേ സംഗതിയുടെ തന്നെ രണ്ട് ധ്രുവങ്ങളാണ് എന്നുള്ളതും അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്താണ് കൃത്യമായിട്ട് ജീവിതം പോകുന്നത് എന്നുള്ളതും മനസ്സിലാകുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള അലൈൻഡ് ആയിട്ടുള്ള ലൈഫ് എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലീഡർഷിപ്പ് ഓറയുടെ എഫക്റ്റും ഇങ്ങനെയുള്ള അവസ്ഥകൾക്ക് കാരണമാകാനുള്ള സാധ്യത വളരെ അധികമാണ്. നിങ്ങൾ ജനിച്ചത് ക്രൗഡിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഡയറക്ഷൻ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഫോളോവേഴ്സ് പിന്നീട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പം എത്തിച്ചേരുമെന്നുള്ളതാണ്. അത് ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലാണെങ്കിലും കാലഘട്ടം എത്ര കഴിഞ്ഞതാണെങ്കിലും ആദ്യം നിങ്ങളുടെ സുഹൃത്ത് എന്ന് പറയുന്നത് ഒറ്റപ്പെടലായിരിക്കും. ജ്ഞാനിയെ എപ്പോഴും ഒറ്റയ്ക്ക് കാണുന്നു. ഈ ജ്ഞാനി ഒറ്റയ്ക്ക് നടന്നു നീങ്ങുകയാണ് വഴിയില്ലാത്ത ഇടങ്ങളിലൂടെ. കാരണം അയാളാണ് വഴി തെളിക്കുന്നത്. വഴി തെളിക്കുന്നവൻ ആദ്യം ഒറ്റയ്ക്ക് നടന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നീട് അവനെ അനുഗമിക്കുന്നവർ അല്ലെങ്കിൽ ആ വഴി ഉപയോഗിക്കുന്നവർ എത്തിച്ചേരുന്നു. നമ്മൾ തുടരുവാൻ വേണ്ടി നിർത്തുകയാണ്. നമസ്തേ.